കർത്താവിൽ നിന്ന് പ്രാപിക്കുക എന്നുള്ളത് പൗലോസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തത്. പഠിക്കുന്നതും മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതും ശ്രേഷ്ഠമായ കാര്യമാണ്. യേശു പറഞ്ഞു, ഈ ന്യായപ്രമാണത്തിൽ ഒന്ന്, ലംഘിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവർ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ. ലംഘിക്കുക, അതായത് അനുസരിക്കുന്നില്ല, എന്നിട്ട് പഠിപ്പിക്കുന്നു. എന്നാൽ ഈ ന്യായപ്രമാണത്തിലുള്ളത് ആചരിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവൻ ദൈവരാജ്യത്തിൽ വലിയവനാണ്. അപ്പൊ ലംഘിക്കുക എന്ന് പറയുന്നത് അത് അനുസരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് യേശു പരീശന്മാര് മോശയുടെ പീഠത്തിലിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. അവർ പറയുന്നത് മുഴുവനും നിങ്ങൾ അനുസരിച്ചോ, എന്നാൽ അവർ ജീവിക്കുന്നത് പോലെ ജീവിക്കരുത്. അവർ പറയുന്നത് കറക്റ്റാ, എന്നാൽ അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അതാണ് അറിവ് കൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നവർ. എന്നാൽ ഒരു കൂട്ടരുണ്ട്, പ്രാപിക്കുന്നവർ. അവർക്ക് അതുപോലെ ജീവിക്കാൻ പറ്റും. പഠിച്ചവർക്ക്, ബൈബിള് പഠിക്കുന്നവർക്ക് അനുസരിക്കാൻ പറ്റില്ല. എന്നാൽ പ്രാർത്ഥനയിലിരുന്ന് ധ്യാനിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് വിശ്വാസമാക്കി തീർക്കുന്നവരുണ്ട്, പ്രാപിക്കുന്നവർ. അവർക്കിത് സ്വന്തമാക്കാൻ പറ്റും. നാം സ്വന്തമാക്കണത്, ബൈബിളിൽ പറയുന്ന ഈ വെളിപ്പാടുകളെ നമ്മുടേതാക്കണം. ഇപ്പൊ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ, കുടുംബജീവിതത്തെ നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. നല്ലൊരു കുടുംബജീവിതം ഇരുന്ന് പ്രാർത്ഥിച്ച്, എന്നിട്ട് കുടുംബജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് മനസ്സിലാവും. സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആള് സ്നേഹത്തിന്റെ 10 വാക്യം തപ്പിയിട്ട് പറഞ്ഞാൽ പറ്റില്ല. സ്നേഹം കർത്താവിൽ നിന്ന് ഇരുന്ന് ആരാധിച്ചും ധ്യാനിച്ചും ദൈവ സാന്നിധ്യത്തിലിരുന്ന ദൈവ സ്നേഹത്തെ ഒപ്പിയെടുക്കണം. അങ്ങനെയുള്ളവർ ജയാളികളായി മാറും. പ്രാപിക്കണം. ഈ ദിവസങ്ങളിൽ സമയം ഇല്ലാത്ത സമയം ഉണ്ടാക്കി, സമയമില്ല സമ്മതിച്ചു, എങ്കിലും ഈ വിലപ്പെട്ട കാര്യത്തിന് വേണ്ടി നിങ്ങൾ സമയം ഉണ്ടാക്കണം. നിങ്ങൾക്ക് 24 മണിക്കൂർ ജീവിക്കാൻ തികയുന്നില്ല, അത് സത്യമാണ്. എന്നാൽ അതുകൊണ്ടൊരു ഗുണമില്ലല്ലോ. പണ്ടാരോ പറഞ്ഞല്ലോ, പട്ടിക്ക് നിൽക്കാൻ നേരമില്ല, എന്നിട്ട് നിന്നിട്ട് വലിയ കാര്യമില്ല. വെറുതെ കിടന്നു കൂടെയാണ്. പട്ടിക്ക് നിൽക്കാൻ നേരമില്ല. ഏത് പട്ടിയെ നോക്കും, ഭയങ്കര ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും, പക്ഷെ ഒരു കാര്യമില്ല. ഇതുപോലെ ഓടിയിട്ട്, ഇതൊരു തമിഴിലെ ചൊല്ലാണ്, പട്ടിക്ക് നിൽക്കാൻ നേരമില്ല, എന്നാൽ ഒരു കാര്യവും നടക്കുന്നുമില്ല. ഇങ്ങനെ ഓടിയിട്ട് കാര്യമില്ല. നമ്മൾ കിടന്ന് നന്നാ രാവിലെ എഴുന്നേറ്റ് വളരെ താമസിച്ച് കിടക്കാൻ പോയിട്ട് ഒരു പ്രയോജനമില്ല. എന്നാൽ ഇരിക്കണം, യേശുവിൻ്റെ പാദപീഠത്തിലിരിക്കണം. അവർ തൃക്കാൽക്കൽ ഇരുന്നു തിരുവെഴുത്തുകളെ പ്രാപിച്ചു എന്നാണ്. തിരുവെഴുത്തുകളെ പ്രാപിച്ചവർ ശക്തരായി. യോശുവയോട് ദൈവം പറഞ്ഞു, രാപ്പകൽ നീ ഇത് ധ്യാനിക്കണം. അങ്ങനെയാണ് ഇത് പ്രാപിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ജീവകാലത്ത് ആരും നിന്റെ നേരെ നിൽക്കില്ല. അപ്പൊ ന്യായപ്രമാണം അവർ കൃപയായിട്ട് പ്രാപിച്ചില്ല, ന്യായപ്രമാണം പ്രാപിച്ചില്ല. ന്യായപ്രമാണം അവർ പഠിച്ചു. ബുദ്ധിപരമായി ബൈബിൾ വായിക്കല്ലേ, ബുദ്ധിപരമായി ബൈബിൾ പഠിക്കല്ലേ. ബൈബിളിൽ നിന്ന് ഈ സത്യങ്ങളെ നിങ്ങൾ ഇരുന്ന് പ്രാപിക്കണം, നിങ്ങളുടേതാക്കണം. അതനുസരിച്ച് വലിയ ജയം, വലിയ കൃപ നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാനിടയാകും. ഈ സത്യങ്ങളിൽ ജീവിക്കാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് യേശുവിനെ പാടി ആരാധിക്കാം. വാഴ്ത്തുമെന്റെ നായകനെ
ഞാനും അവനെ സ്നേഹിപ്പതിനാ സ്തോത്രത്തോടെ വാഴ്ത്തുമെന്നു എന്നേശുവേ. നന്ദിയോടെ വാഴ്ത്തുമെന്റെ നായകനെ. എല്ലാം മുട്ടും മടങ്ങിയിടും നേരം എല്ലാ നാവും ഒന്നായി ചൊല്ലും യേശു തന്നെ, യേശു തന്നെ കർത്താവ്. രാജാതിരാജനെഴുന്നള്ളുമ്പോൾ വീരനാം ദൈവമെഴുന്നള്ളുമ്പോൾ ഹോസേന, 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 ഹോസേന. ഹല്ലേലൂയ. എല്ലാം മുട്ടും എല്ലാം മുട്ടും മടങ്ങിയിടും നേരം എല്ലാ നാവും ഒന്നായി ചൊല്ലും എല്ലാം മുട്ടും മടങ്ങിയിടും നേരം എല്ലാ നാവും ഒന്നായി ചൊല്ലും യേശു തന്നെ, യേശു തന്നെ, യേശു തന്നെ കർത്താവ്. യേശു തന്നെ, യേശു തന്നെ കർത്താവ്. യേശു തന്നെ, യേശു തന്നെ, യേശു തന്നെ കർത്താവ്. ഈ ഭൂമി മുഴുവനും പാടും യേശു തന്നെ, യേശു തന്നെ കർത്താവ്. രാജാതിരാജനെഴുന്നള്ളുമ്പോൾ വീരനാം ദൈവമെഴുന്നള്ളുമ്പോൾ ഹോസേന, 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 ഹോസേന. ഹല്ലേലൂയ. ഹോസേന. ഹല്ലേലൂയ. ഹോസേന. യോഹന്നാന്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിൻ്റെ 17 വരെയും നമ്മളെത്തി. 18-ാമത്തെ വാക്യം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ആരും, ഭൂമിയിലുള്ള മനുഷ്യ നിർമ്മിത ശരീരത്തിലുള്ളവർക്ക് ആർക്കും ദൈവത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ചോദ്യം, അപ്പോൾ ആദാം കണ്ടില്ലേ? ഇല്ല. ആദാം കണ്ടത് ആത്മാവിലാണ് അവൻ കാണുന്നത്. മനുഷ്യർക്കാർക്കും ദൈവത്തെ കാണാൻ കഴിയില്ല. അപ്പോൾ ആദാം എങ്ങനെയാണ്? ആദാമിന് അവൻ പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ കാലൊച്ച കേട്ടു. പാപം ചെയ്തതിന് ശേഷം അവനത് കേൾക്കാൻ പറ്റി. ദൈവത്തെ അനുഭവിക്കാൻ കഴിയും. ദൈവത്തെ ആർക്കും കാണാൻ കഴിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ
തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ദൂതന്മാർ പിതാവിൻ്റെ മുഖം രാപ്പകൽ സ്വർഗത്തിൽ കാണുന്നുണ്ട്. നമ്മൾ കാണുന്നില്ലെങ്കിലും നമ്മെ സഹായിക്കുന്ന ദൂതന്മാർ, ഈ കയറുന്ന ഇറങ്ങുന്ന ദൂതന്മാർ നമുക്ക് വേണ്ടി പിതാവിൻ്റെ മുഖം കാണുന്നുണ്ട്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഈ എളിയവരിൽ ഒരാൾക്ക് ഇടർച്ച വരുത്തരുത്. അവരുടെ ദൂതന്മാർ പിതാവിൻ്റെ മുഖം കാണുന്നു. എളിയവർ കാണുന്നില്ല, എളിയവരുടെ ദൂതന്മാർ. അപ്പോൾ നമുക്ക് ദൈവത്തെ നേരിട്ട് കാണുന്നില്ല എന്ന വിഷയത്തിൽ ഭാരപ്പെടണ്ട. നമ്മുടെ കാര്യത്തിനൊന്നും ഒരു കുറവും വരില്ല. മോശെ ആഗ്രഹിച്ചില്ലേ എനിക്കൊന്ന് കാണണമെന്ന്? നമ്മുടെ ആഗ്രഹമാണ്. എന്നാൽ അത് ഒരു ദിവസം കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അത് നമ്മുടെ അവകാശമാണ്. ഹൃദയശുദ്ധിയുള്ളവർക്ക് പുതിയ ശരീരം തരും. നമ്മൾ നിത്യതയിൽ പിതാവിനെ കാണും. കാരണം ദൂതന്മാർ കാണുന്നുണ്ടല്ലോ. അടുത്ത വാക്യം എങ്ങനെയാണ്? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അടുത്തത്, ദൈവത്തിൻ്റെ മടിയിൽ ഇരിക്കുന്ന എന്നല്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന. യേശു ആ ബന്ധം പറയുകയാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇരുന്ന എന്നല്ല, ഇരുന്നിട്ടുള്ള എന്നല്ല, പ്രസന്റ് ടെൻസ് ആണ്. ഇരിക്കുന്ന. യേശു ഭൂമിയിലായിരിക്കുമ്പോഴും യേശുവിന് പറയാനുള്ളത്, ഞാൻ പിതാവിൻ്റെ മടിയിലിരിക്കുകയാണ്. സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം. യേശു ഭൂമിയിലുള്ളപ്പോൾ തന്നെ സ്വർഗത്തിലുമുണ്ട്. അവൻ വചനമാണ്, അവൻ സർവജ്ഞാനിയാണ്, അവൻ സർവവ്യാപിയാണ്, അവൻ അൽഫയും ഒമേഗയുമാണ്. ഇതൊക്കെ ഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം, നമ്മുടെ വെളിപ്പാടുകൾ കൂടുതൽ വർദ്ധിക്കാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. യേശു ഭൂമിയിലുള്ളപ്പോൾ തന്നെ സ്വർഗത്തിലും ഉണ്ടായിരുന്നു. അവൻ സർവവ്യാപിയാണ്. അല്ലാതെ സ്വർഗത്തിൽ ആ ഭാഗം ശൂന്യമായി കിടക്കുകയല്ല. പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തെ വെളിപ്പെടുത്തിയത് പുത്രനാണ്. ദുഷ്ടന്മാർക്കും നല്ലവർക്കും ഒരുപോലെ വെയിലും മഴയും കൊടുക്കുന്ന പിതാവ്. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനം കൊടുക്കുന്നില്ലേ? തന്നോട് ചോദിക്കുന്നവർക്ക് സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം. എൻ്റെ പിതാവ് എല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാനിപ്പോഴും എൻ്റെ പിതാവുമായിട്ട് ഒന്നാണ്. ഞാനും പിതാവും ഒന്നാണ്. മടിയിലിരിക്കുന്ന എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. സ്വർഗത്തിൽ നിന്ന് മനുഷ്യരൂപത്തിൽ വന്നപ്പോൾ ആ ബന്ധം മുറിഞ്ഞു പോയില്ല. ആ ബന്ധം മുറിയാത്ത ബന്ധമാണ്. ഈ ഒരു ബന്ധമാണ് മനുഷ്യരൂപത്തിൽ വന്ന യേശുവിനെ ഈ ഭൂമിയിൽ ഏറ്റവും ശക്തനാക്കിയത്. ഞാനും പിതാവും ഒന്നാണ്. ഈ ഒരു ബന്ധം, ഈ ഒരു ബലം, ഈ ഒരു ശക്തി യേശുവിനെ ജയാളിയാക്കി മാറ്റി. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ ദൈവത്തെ നേരിട്ട് കണ്ട, ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തി. ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. ഉടനെ കർത്താവ്, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. അന്നു വേണ്ട ആഹാരം ഏതാണ്? സ്വർഗീയ ഭക്ഷണം, വചനം ഞങ്ങൾക്ക് തരണേ. പിശാചിന്റെ പ്രലോഭനത്തിൽ പോയി ചാടാനിടയാകരുതേ. യേശു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തവർ. പിതാവേ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചു. എന്നാൽ യേശുവിന്റെ ക്രൂശ് മരണത്തോടുകൂടി ആ പ്രാർത്ഥന അസാധുവായി. കാരണം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ കിട്ടി.
പിന്നെ അത് ഓർത്തോർത്ത് പ്രാർത്ഥിക്കേണ്ട. വാ തുറന്നാൽ നമ്മൾ അന്യഭാഷ പറയുമ്പോൾ, ഈ അന്യഭാഷ പറയുന്നത്, നമ്മൾ അന്യഭാഷ പറയുമ്പോൾ ഈ അന്യഭാഷയ്ക്ക് ഒരു അർത്ഥമുണ്ട്. എന്താണ് ഈ അന്യഭാഷ പറയുന്നത്? നമ്മൾ മക്കളാണെന്ന്. രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു ദൈവവൈതൽ, ആ ദൈവവൈതൽ കൃപകളാൽ ജ്വലിക്കുമ്പോൾ മക്കളാണെന്നാണ് കാണിക്കുന്നത്. മാത്രമല്ല എഫേസ്യ ലേഖനം 2 പറയുന്നു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു. നമ്മുടെ ഇരിപ്പിടം മാറി. യേശു പറഞ്ഞു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കും. സഹിച്ചാൽ കൂടെ വാഴും. അപ്പൊ ആ വാഴ്ച തുടങ്ങി വാസ്തവത്തിൽ. ഇനി അക്ഷരാർത്ഥത്തിൽ ഒരു വാഴ്ചയുണ്ട്, അല്ലാതെ വിശ്വാസത്താൽ നമുക്കറിയാം ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ക്രിസ്തുവിലാണ്. ക്രിസ്തു ഇരിക്കുന്നത് പിതാവിലാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. ഇത് വേർപെടുത്താൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ബന്ധമായി പോയി. ഇനി നമ്മെ യേശുവിൽ നിന്ന് അടർത്തിയെടുക്കാൻ കഴിയില്ല, യേശുവിനെ നമ്മിൽ നിന്ന് അടർത്തിയെടുക്കാൻ കഴിയില്ല. ഇതൊരു ബന്ധമാണ്. ഇത് അടർത്തിയെടുക്കാൻ കഴിയാത്ത ഒരു വലിയ അനുഭവമാണ്. ഇതുപോലൊരു വലിയ അനുഭവമുള്ള ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ ഏത് പിശാചിന് കഴിയുമെന്ന് ഈ പറയുന്നു? പെരുവെള്ളം നിന്നെ മുക്കിക്കളയുമോ? ഇല്ല. യേശുവിനെ മുക്കുമെങ്കിൽ നിന്നെ മുക്കും. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുമോ? ഇല്ല. യേശുവിനെ ദഹിപ്പിക്കുമെങ്കിൽ നിന്നെ ദഹിപ്പിക്കും. യേശു പരാജയപ്പെടുമോ? ഇല്ല. യേശു പരാജയപ്പെട്ടാൽ നീയും പരാജയപ്പെടും, ഞാനും പരാജയപ്പെടും. ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നതിന് ക്രൂശിലെ ജയത്തിലാണ്. ഒരു ജയത്തിൽ ആരംഭിച്ച മാർഗത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ അറിയേണ്ടത്, നമുക്ക് പരാജയപ്പെടാൻ കഴിയില്ല. പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തി. എൻ്റെ പിതാവ് സർവശക്തനാണ്. എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് ആർക്കും അത് പിടിച്ചു വാങ്ങാൻ കഴിയില്ല. യേശു ഉപയോഗിച്ച വാക്കുകളാണ്. എൻ്റെ പിതാവ് ശക്തനാണ്. എൻ്റെ പിതാവ് എല്ലാ അധികാരവും എനിക്ക് തന്നിരിക്കുന്നു. പിതാവിന് സ്വയമായിട്ട് ജീവനുള്ളതുപോലെ പുത്രനും സ്വയമായി ജീവനുണ്ട്. ജീവൻ കൊടുക്കാനും ജീവൻ തിരിച്ചെടുക്കാനും പുത്രന് ശക്തിയുണ്ട്. യേശു പറയുകയാണ്, പിതാവിനെ പോലെ തന്നെയാണ് പുത്രനും. എൻ്റെ പിതാവിനുള്ള എല്ലാ ബലവും എനിക്കുണ്ട്. ആ യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്, നിങ്ങൾ കൊമ്പുകളാണ്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. യോഹന്നാൻ 15:1 തൊട്ട് അങ്ങോട്ട് വായിക്കുമ്പോൾ കാണാം. എന്നിൽ കായ്ക്കണം, അത് എൻ്റെ ഫലമാണ്. എൻ്റെ ധൈര്യം, എൻ്റെ ശക്തി, എൻ്റെ കൃപ, എൻ്റെ സന്തോഷം, എൻ്റെ ജ്ഞാനം, എൻ്റെ വിവേകം നിങ്ങളിലൂടെ പുറത്തു വരും. കാരണം എന്നിൽ കായ്ക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോകത്തെ നിസാരമായി കീഴ്പ്പെടുത്താൻ കഴിയും. എന്നിൽ കായ്ക്കണം, എന്നിൽ നിറഞ്ഞു നിൽക്കണം. എന്നിൽ നിന്ന് പുറത്തു വരുന്നത് നിങ്ങളിൽ പുറത്ത് കാണണം. എന്നിലുള്ള സന്തോഷം നിങ്ങളുടെ മുഖത്ത് കാണണം. എന്നിലുള്ള ശക്തി നിങ്ങളുടെ ശുശ്രൂഷയിൽ വെളിപ്പെടണം. എന്നിലുള്ള ധൈര്യം നിങ്ങളിൽ പ്രകടമാകണം. എന്നിലുണ്ടായിരുന്ന പ്രാർത്ഥന നിങ്ങളിലൂടെ പുറത്തു വരണം. എന്നിലുണ്ടായിരുന്ന അസാധാരണമായ ധൈര്യം നിങ്ങളിലൂടെ പുറത്തു വരണം. അതാണ് എന്നിൽ ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. എന്നിലുള്ള ലഹരി നിങ്ങളിൽ പുറത്തു വരണം. എന്നിലുള്ള ആനന്ദം, വീഞ്ഞ് ആനന്ദത്തെ കാണിക്കുന്നു, സന്തോഷത്തെ കാണിക്കുന്നു. എന്നിലുള്ള സന്തോഷം നിങ്ങളിലൂടെ പ്രകടമാകണം. എന്നിലുള്ള പ്രത്യാശ നിങ്ങളിലൂടെ പുറത്തു വരണം. എന്നിട്ട് യേശു പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. 16-ാം വാക്യം, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്,
നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല. നിങ്ങൾ പോയി ഫലം കായ്ക്കണം. എൻ്റെ ഫലം. നിങ്ങളുടെ ഫലം നിലനിൽക്കണം. നിങ്ങൾ എന്നോട് ചോദിക്കണം. എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കണം. എല്ലാം പിതാവ് നിങ്ങൾക്ക് തരും. അതിനായിട്ടാണ് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. വലിയ ഫലങ്ങൾ കാണാൻ പോയി. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് അറിയണം. യേശുവിനെ പോലെ തന്നെ പിതാവിൻ്റെ ഒപ്പം ഇരിക്കാൻ ജ്യേഷ്ഠ സഹോദരനായ ആദ്യജാതനായ കർത്താവ് നമ്മെ പിതാവിനോട് ഒരുമിപ്പിച്ചു. അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി. ന്യായപ്രമാണത്തിന്റെ ആ നടുച്ചുവരുകളെല്ലാം ഇടിച്ചു കളഞ്ഞു. ശത്രുത്വങ്ങളെയെല്ലാം ഇടിച്ചു കളഞ്ഞു. ഇരുപക്ഷത്തെ ഒന്നാക്കി. ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെ ദൈവത്തോട് ഒന്നാക്കി, ഒരുമിപ്പിച്ചു. ഇനി ദൈവത്തിലുള്ളതെല്ലാം നമ്മിലൂടെ പുറത്തു വരും. ദൈവത്തിന്റെ അധികാരം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കൃപ. മത്തായിയുടെ സുവിശേഷം 28 16 17 മുതൽ വായിക്കുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെടും. കാരണം എന്താ? ഞാനാണ് തടി, നിങ്ങൾ കൊമ്പാണ്. എനിക്ക് അധികാരം ഉണ്ടെന്ന് പറയാൻ എൻ്റെ അർത്ഥം നിങ്ങൾക്കും ഉണ്ട്. എൻ്റെ ഫലമാണ് നിങ്ങൾക്ക് വരുന്നത്. എന്നിലുള്ള റിസൾട്ടാണ് നിങ്ങളിൽ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് സകലരെ ശിഷ്യരാക്കിക്കോ. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല. കാരണം നമ്മൾ ഒന്നാണ്. നമ്മൾ തമ്മിൽ ഇനി അകലാൻ കഴിയില്ല. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണ്. മാത്രമല്ല, ഞാൻ പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്നവനാണ്. നിങ്ങളെ ഉയർപ്പിച്ച് ഞാൻ അവിടെ ഇരുത്തുകയാണ്. ഈ സത്യങ്ങളാണ് വലിയ ഒരു ധൈര്യത്തിലേക്കും അധികാരത്തിലേക്കും നമ്മളെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് എളിയവനാണേ, പുഴുവാണേ, ചത്ത നായാണ് എന്ന പഴയ നിയമത്തിലെ പ്രയോഗങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ട. നാം മക്കളാണ്. മക്കളെങ്കിലോ അവകാശികളും ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളുമാണ്. ഈ വലിയ ധൈര്യവും കൃപയും നമുക്ക് ഒരുമിച്ച് പ്രാപിക്കാം, പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിലുള്ള ഈ അഭിഷേകം, ക്രിസ്തുവിലുള്ള ധൈര്യം, ക്രിസ്തുവിലുള്ള കൃപകൾ ഈ വചനത്തിലൂടെ ഈ കേൾക്കുന്നവരിലേക്ക് വരട്ടെ. ഈ വെളിപ്പാടുകൾ ഇവരെ മാറ്റിമറിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഭയങ്ങൾ വിട്ടുമാറട്ടെ. നാളെയെക്കുറിച്ചുള്ള പേടി വിട്ടുമാറട്ടെ. യേശു ക്രിസ്തുവിലുള്ള ഈ വെളിപ്പാടുകളാൽ ഇവർ നിറയട്ടെ. സൗഖ്യവും വിടുതലും ഇപ്പോൾ അവരിൽ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ എല്ലാവിധ നിറവുകളും ഫലങ്ങളും ഇവരിൽ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. വലിയ പ്രവർത്തിക്കായി യേശു നമ്മെ വിളിച്ചു. ഇനി നമ്മെ അവൻ കൈവിട്ട് കളയില്ല. അവസാനത്തോളം കർത്താവിൻ്റെ വലിയ കൃപയിൽ നിലനിന്ന് വലിയ ഫലങ്ങൾ നമുക്ക് കായ്ക്കാം. നാളെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗം രാവിലെ 8 മണിക്കുണ്ട്. അതിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. നേരിട്ട് വന്ന് പങ്കെടുക്കാൻ കഴിയും. എല്ലാവരെയും മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥന തിങ്കളാഴ്ച മുതൽ ഇനിയും തുടരും. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് കൂടാം. എല്ലാ ദിവസവും നമുക്ക് യേശുവിൽ നിറയാം. ഗോഡ് ബ്ലെസ് യു.